പാർട്ടായിട്ട് ഒരു ഫുൾ ബുക്കായിട്ട് വരണം. അതിന് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക. അത് ദാറ്റ് ഇസ് മൈ അങ്ങനെയല്ല. ഞാനതിൻ്റെ എൻ്റെ ലിസ്റ്റ് എങ്ങനെയാ വെച്ചാൽ ഗവൺമെന്റ് ഓഫ് കേരളയുടെ ഒരു സെൻസസ് വന്നിട്ടുണ്ടല്ലോ ടെമ്പിൾസിന്റെ. അത് നോക്കിയിട്ട് ഞാൻ 2000 വർഷം പഴക്കമുള്ളതിനെ ആദ്യം സെലക്ട് ചെയ്തു. എന്നിട്ട് അതിൽ തന്നെ നമുക്ക് അതായത് നമ്മുടെ ഉദ്ദേശം നടക്കുന്ന രീതിയിലുള്ളത്. ചില ക്ഷേത്രമൊക്കെ പഴയതാണെങ്കിൽ പോലും അതൊക്കെ നവീകരിച്ച് കോൺക്രീറ്റ് ജംഗിളായിട്ടുണ്ട്. അങ്ങനത്തേലൊന്നും പോയിട്ട് കാര്യമില്ല എനിക്ക്. ഞാൻ ഒറിജിനലായിട്ട് പഴയ മാതിരി ഇരിക്കുന്നതിനെയാണ് അധികം കോൺസെൻട്രേറ്റ് ചെയ്തത്. അങ്ങനെ പോയാലേ കുറേ ലിഖിതങ്ങൾ, ഒരുപാട് ലിഖിതങ്ങൾ കിട്ടി. ഒരുപാട് എനിക്ക് വളരെ അത്ഭുതമായ കാരണം അതാ മനോരമയിൽ വന്നു. പക്ഷെ അത് ഒരു കുട്ടി ഇന്റർവ്യൂ എടുത്ത് പോയി. അതുകൊണ്ട് എല്ലാവരും അറിഞ്ഞു. തൃപ്രയാറിൽ അലക്സാണ്ടറുടെ സ്റ്റാച്യു ഉണ്ട്. അധികം ആൾക്കും നിശ്ചയില്ലാത്തൊരു സംഗതികൾ ഈ യാത്രയിൽ എനിക്ക് കണ്ടുകിട്ടി. അങ്ങനെ പല സംഗതികൾ. അത് മാത്രമൊന്നുമല്ല, ഒരുപാട് കാര്യങ്ങൾ, റോക്ക് ആർട്ടുകൾ, മുതലമടല ഫുട്ബോൾസുകളില്ലേ, അത് ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ. ക്ഷേത്രം എന്ന് പറഞ്ഞു പോയിട്ട് പാറട മോളെന്നും അവിടുന്ന് ഇവിടുന്നും ഒക്കെ നമുക്ക് ചരിത്രം കിട്ടുക. അങ്ങനെ വളരെ സാർത്ഥകമായ ഒരു ജേണി ആയിരുന്നു 8-9 മാസം കൊണ്ട്. സാർത്ഥകം കാല് പോയിച്ചാലും വേണ്ടില്ല, സംഭവം പഠനം ശരിക്കും നടന്നു. അത് ഞാൻ അതാ മറക്കണം നമ്മൾ പല കാര്യങ്ങളും. ക്ഷേത്ര പരിസരങ്ങളുടെ പരിസ്ഥിതി വരെ ഇപ്പോ അതുണ്ട്. അത് കൺസ്ട്രക്ഷൻസ് വല്ലാണ്ട് വരുന്നുണ്ട്. ആവശ്യമില്ലാത്ത കുറെ ഇതേ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ കോൺക്രീറ്റിനെ അവിടെ ഇടില്ല. പഴയ സാധനങ്ങളെ അതുപടി സംരക്ഷിച്ചാലേ ചരിത്രം സംരക്ഷിക്കലാവുള്ളൂ. നമ്മളെന്താ ചെയ്യുന്നത്? പഴയ കാലൊക്കെ ഇടിച്ച് പൊളിച്ച് മാറ്റിയിട്ടിട്ട് ഇപ്പം ഞാനൊരു സംഗതി പറയാം. എനിക്കൊരു അത്ഭുതകരമായിട്ട് നമ്മുടെ 4 കിലോമീറ്റർ അപ്പുറം കൊണ്ട് അരിയന്നൂരമ്പലം. എനിക്ക് ഞാൻ ഈ അരിയന്നൂർ അമ്പലത്തിനെ പറ്റിയൊന്നും അറിഞ്ഞിട്ടൊന്നുമില്ല. നമ്മളവിടെ പോകുമ്പോൾ വളരെ പഴയതാണെന്ന് മാത്രം അറിയാം. നമ്മളിങ്ങനെ പോയി നടന്ന് ഒരു സൈഡിൽ പെട്ടെന്നൊരു കല്ലുമ്പ ചവിട്ടിയപ്പോൾ ചെലങ്ക കിളിഞ്ഞു വച്ചത്. ഇവിടുന്ന് ചെലങ്കലിന്. അപ്പം എനിക്ക് കുറച്ചൊരു മിത്തോളജിക്കൽ കുറച്ച് ഭാവന ജാസ്തി ആയതുകൊണ്ട് ഞാൻ ശരിക്കും തോന്നിയതാവും. ചെലങ്കൊന്നും കിളിഞ്ഞു. കല്ലിൻ്റെ മുകളിൽ ചെലങ്ക. ഞാൻ ഒന്നുകൂടി ചവിട്ടിയപ്പോഴും ചെലങ്ക കിളിഞ്ഞുണ്ട്. ഞാൻ ചവിട്ടുന്നതാണ്, പക്ഷെ ചെലങ്ക കിളിഞ്ഞുണ്ട്. ഞാൻ പോന്നു. അത് കഴിഞ്ഞിട്ട് അപ്പം എൻ്റെ കൂടെ വീഡിയോ എടുക്കാൻ വന്ന കുട്ടിയുണ്ട്, ഡ്രൈവർ. ആ കുട്ടി ഇത് എടുത്തിട്ട് അതെനിക്ക് തന്നില്ല. അപ്പം ഞാൻ ആ വീഡിയോ ഇട്ട് നോക്കുമ്പോൾ ഈ കുട്ടി ആ കല്ലിന് കൂടെ നടക്കുമ്പോൾ ആ ചെലങ്ക ഒച്ച വീഡിയോയിലുണ്ട്. സോ അപ്പം എനിക്ക് അതിനെ വിശ്വസിക്കാതിരിക്കാൻ പറ്റും. എൻ്റെ ഭാവനയല്ല, അവൻ നടക്കുമ്പോഴും അത് വന്നിട്ടുണ്ടല്ലോ. അപ്പം ഞാൻ കുറേ പുസ്തകങ്ങളും അതും ഇതൊക്കെ തപ്പി. ആക്ച്വലി പെരുന്തച്ഛൻ ഇത് റിനോവേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് AD 3, 4, 5 നൂറ്റാണ്ടുകളുടെ കാലത്താണ് ഇതിൻ്റെ അവസാന റിനോവേഷൻ നടന്നിരിക്കുന്നത്. ഏതാണ്ട് പെരിഞ്ചല്ലൂരിലും ആ സമയത്താണ് ലാസ്റ്റ് റിനോവേഷൻ. ഈ റിനോവേഷൻ കാലത്ത് പെരുന്തച്ഛൻ ചെയ്ത ഒരു സാധനം അവിടെ പറയുന്നുണ്ട്. ഇത് മോഹിനിയുടെ പുത്രനായ ശാസ്താവും കൂടി ഇരിക്കുന്ന ടെമ്പിളായതുകൊണ്ട് മോഹിനിയുടെ ചെലങ്ക കിളിങ്ങാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു സാധനം അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതാണ്. അപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ മുകളിൽ സാധാരണ നിലത്ത് കൂടെ നമ്മുടെ വാസ്തുവിക്കൽ പ്രത്യേകത, നിലത്തിടുന്ന കല്ലുകൾ ഒരിക്കലും ആൺശിലയോ പെൺശിലയോ ഇടില്ല. ആൺശിലയ്ക്കും പെൺശിലയ്ക്കും മാത്രമേ പൊട്ടിയ ശബ്ദം വരും, നാദം വരില്ല. മറ്റേ നപുംസകശിലയ്ക്ക്. ഈ നിലത്ത് നടക്കണ ശില ഒരിക്കലും ആൺശില പെൺശില. ആൺശില പെൺശിലയും വിഗ്രഹം ഉണ്ടാക്കാനും ഒക്കെ ഉണ്ടാക്കുള്ളൂ. നടക്കണോടത്ത് നപുംസകശില ഇടുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ശബ്ദം കേൾക്കാത്തത്. ഇദ്ദേഹം എന്ത് ചെയ്തു വെച്ചാൽ മുകളിലൊരു ആൺശിലയും പെൺശിലയും താഴെയും മേലെയും വെച്ച് നടുവിലൊരു ഗ്യാപ്പ് ഇട്ടു. ആ ഗ്യാപ്പിലേക്ക് ആ കിണറ്റിലെ വെള്ളം പോകാനുള്ളൊരു സംവിധാനം കിട്ടിയ. സോ വാട്ട് ഈസ് ഹാപ്പനിങ്? നമ്മൾ നടക്കുമ്പോൾ അവിടെ യൂസ് ചെയ്തിരിക്കുന്ന വാട്ടറിൻ്റെ പ്രിൻസിപ്പിളാണ്. ഈ ആൺശിലയുടെ മുകളിലെ പെൺശില മുകളിലാണോ വേണോ എനിക്ക് നിശ്ചയിക്കാം. 2 ശിലയാണ്. ഈ ഒരു ശിലയുടെ മുകളിൽ നമ്മൾ ചവിട്ടുമ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് ഉണ്ടാവണം നാദം താഴത്തേക്ക് ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് വെള്ളം ഇങ്ങനെ ആവുകയാണ്. ആ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടുന്നതാണ് ആ ചെലങ്കയുടെ ശബ്ദം. സുന്ദരമായ മോഹിനി. അത് ഞാൻ എല്ലാവർക്കും കേൾക്കാൻ വേണ്ടി ഞാൻ യൂട്യൂബിലിട്ടുണ്ട്. ഒരുപാട് ആൾ കണ്ടിട്ട് കേട്ടിട്ട് അയ്യോ ഞങ്ങൾക്ക് ഇങ്ങനെ ഭാഗ്യം ഉണ്ടായാലും അവിടെ ഒന്ന് കാണാനൊന്നും സൗകര്യമില്ലാത്ത പല ആൾക്കാർക്കും അത് കേൾക്കാം. നമ്മളുടെ യൂട്യൂബിൽ നിന്ന് അത് കേൾക്കാം. അങ്ങനത്തെ പല സാധനങ്ങളും ഞാൻ ഇതിടുമ്പോൾ എൻ്റെ മനസ്സിൽ എന്താ ചിന്ത, ഈശ്വരാ ഇവിടെ വല്ലവരും വല്ല കൺസ്ട്രക്ഷനും തുടങ്ങിക്കഴിഞ്ഞാൽ ഈ കല്ലെടുത്ത് വലിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ജന്മകാലം ഇന്നത്തെ ഒരു എഞ്ചിനീയർക്ക് അത് ചെയ്യാൻ പറ്റില്ല. അതിന് വേറൊന്നുണ്ട്. നമ്മളെ ഈ ചന്ദ്രോത്സവം
അല്ലേ? അതെ. മേദിനി വെണ്ണിലാവ് അങ്ങനെ എന്തോ അവരുടെ ഇതാണത്. മോഹിനിയാണ് പ്രതിഷ്ഠ. അതെ. ചെലങ്കയിൽ ഞങ്ങളുടെ മോഹിനി ഉണ്ടാ. ആ, അതാണ് ചരിത്രകാരന്മാരുടെ കയ്യിലില്ലാത്തത് പലതും ഉണ്ട്. ഒരുപാടുണ്ട്. എന്റെ ഈ 140 ക്ഷേത്രം കണ്ടതോടുകൂടി ഞാൻ കേരളത്തിന്റെ ഇന്ത്യയുടെ തന്നെ ചരിത്രം മാറ്റി എഴുതാനുള്ളത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ എപ്പോഴും എഴുതി തീരും എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ തുടങ്ങിയിട്ടില്ല. കുറച്ച് അവിടെ ഇവിടെ എഴുതി വെച്ചിട്ടുള്ളൂ. കംപ്ലീറ്റ് ചെയ്യണം. പക്ഷെ എനിക്ക് അതിന്റെ മുമ്പ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഡോക്ടറുകളുടെ ക്ഷേത്രങ്ങളിൽ അതിശയകരമായ നിർമ്മിതികളുണ്ട്. ഇതൊക്കെ അതിശയാണ്. അല്ല, ഏത് സ്റ്റേറ്റിലാണ് കൂടുതൽ? സ്റ്റേറ്റില് കേരളത്തിലെ പറയുന്നത് അല്ല, കേരളത്തിലാണ് ഇപ്പൊ ഈ സ്റ്റഡി നടത്തിയത്. 140 കേരളത്തിലെ മാത്രമാണ്. മറ്റത് ഔട്ട്സൈഡിൽ കണ്ടപ്പോൾ ഞാൻ വാസ്തവത്തിൽ ഞാൻ ഈ സ്റ്റഡി തുടങ്ങാൻ കാരണം ഞാൻ തമിഴ്നാട്ടിൽ കുറേ അമ്പലങ്ങൾ കണ്ടപ്പോൾ അവിടെ പലയിടത്തും ഈ 108 കരണമുദ്രകൾ ദേവദാസിമാരുടെ കൊത്തി വെച്ചിട്ട് ചോട്ടിൽ ഇതൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു കേരളത്തിൽ ഇങ്ങനെ ഇല്ലല്ലോ. കേരളത്തിൽ ഒരു ക്ഷേത്രത്തിലെല്ലാം കൂടെ ഇല്ല. എല്ലാ ക്ഷേത്രത്തിലും കൂടി പോയാൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് തുടക്കം കുറിച്ചത്. പക്ഷേ വയനാട്ടിലൊരു ക്ഷേത്രത്തില് പകുതി പൊളിഞ്ഞു കിടക്കുക. അതുകൊണ്ട് ചിലപ്പോൾ മുഴുവനും ഉണ്ടായിരിക്കാം. നിൽക്കണ തൂണുകളിലായിട്ട് എനിക്ക് 69 കിട്ടി കാരണമുദ്ര. അത് കുറച്ച് കൂടുതൽ, തമിഴ്നാട്ടിനേക്കാളും കൂടുതൽ. കാരണം 2-3 മുദ്രകൾ അടുപ്പിച്ചടുപ്പിച്ച് ഇങ്ങനെ മൂവ്മെന്റ്സ് നമുക്ക് കാണുന്ന മാതിരത്തെ മുദ്രകളൊക്കെ ഉണ്ട്. അപ്പം വീണ് കിടക്കണതിൻ്റെ മുകളിലും കൂടിയായ ചിലപ്പോൾ ആ ക്ഷേത്രത്തിൽ ഉണ്ടാവാം എന്ന് വിചാരിച്ചു. ഞാൻ ആർക്കിയോളജി സൊസൈറ്റിയിൽ പോയി പറഞ്ഞു. അവരുടെ അടുത്ത് ഞാൻ ചെന്ന് അവരോട് പറഞ്ഞു ഇങ്ങനെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അതിപ്പോൾ ഇത് പ്രൊട്ടക്റ്റഡ് ആയിട്ടുണ്ട്. അത് പ്രൊട്ടക്റ്റഡ് അല്ലാണ്ട് കിടക്കുകയായിരുന്നു. അത് ഞാനിത് ഇതിലിട്ട് അതാണ് പറഞ്ഞത്. ചിലപ്പോൾ നമ്മൾ അറിയാണ്ട് ആർക്കിയോളജിക്കൽ സൊസൈറ്റി തൃശ്ശൂരിൽ പോയി പറഞ്ഞിട്ട് അവർ നോക്കാമെന്ന് പറഞ്ഞെങ്കിലും അവർ പോയി നോക്കിയില്ല. 10 ദിവസത്തിൽ പോയി നോക്കാമെന്ന് പറഞ്ഞു. അവർ പോയി നോക്കിയില്ല. അത് കഴിഞ്ഞ് ഞാനിത് യൂട്യൂബിലിട്ടപ്പോൾ പലരും കണ്ടിട്ട് ഔട്ട്സൈഡേഴ്സ് ഒരു ഗ്രൂപ്പ്, പ്രൊട്ടക്ഷൻ ഓഫ് ടെമ്പിൾസിൻ്റെ ഒരു ഗ്രൂപ്പ്, അതിൽ 6500 മെമ്പേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പാണ്. അവർ പറഞ്ഞു ഇതിനെപ്പറ്റി ഇംഗ്ലീഷിലൊന്നും ഞങ്ങൾക്ക് വേണം, നിങ്ങൾ മലയാളത്തിലായിട്ടിരിക്കുന്നു. ഞാൻ ഇംഗ്ലീഷിൽ രണ്ടാമത് അവർക്ക് വേണ്ടി ഞാൻ പിന്നിട്ടു. ഇതിട്ട് കഴിഞ്ഞിട്ട് ഒരു ആഴ്ച കഴിഞ്ഞില്ല കേന്ദ്രത്തിൽ നിന്ന് പ്രൊട്ടക്ഷൻ വന്നിരുന്നു. കേന്ദ്ര ആർക്കിയോളജിക്കൽ സൊസൈറ്റി പ്രൊട്ടക്ട് ചെയ്ത് ഇവരോട് പോയി നോക്കാൻ പറഞ്ഞ് ഇവർ പോയി നോക്കി. അത് പ്രൊട്ടക്റ്റഡ് ആയി. സോ ഐ തിങ്ക് നമ്മൾ ചെയ്യണതിന് ബലം ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പലര് വഴിയായിരിക്കും ബലം വരുന്നത്. നമ്മൾ തന്നെ പോയി ചെയ്യാൻ നമുക്ക് പറ്റില്ല. നമുക്ക് അതിന് പവറില്ലല്ലോ. പക്ഷേ ചെയ്യണ നോളജ് ഒരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അവർ പ്രൊട്ടക്ട് ചെയ്ത് കൊടുക്കും. അങ്ങനെ ഇത് നടക്കുള്ളൂ. സോ ഇങ്ങനെയൊക്കെയുള്ള ഓരോന്ന് ചെയ്ത് നടക്കുക. ശരി. ശരി. എല്ലാവരും